എല്ലാവർക്കും വണക്കം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ചിതറ അപ്പുപ്പൻകുന്ന് ക്ഷേത്രം. നല്ല ഒരു കുത്ത് തേരിയാണ്. ഫസ്റ്റ് ഗിയറിൽ ഇവിടെ കയറി പോകും വണ്ടി. സൂപ്പർ വ്യൂ ആണ് കേട്ടോ. രണ്ട് സൈഡും റബ്ബറാണ്. ഇതിൻ്റെ 4 സൈഡും എണ്ണപ്പനത്തോട്ടം ചുറ്റി കിടക്കുകയാണ്. ആൾക്കാർ ക്ഷേത്രത്തിൽ പോവുകയാണ്. ഷുഗറൊക്കെ ഉള്ളവർക്ക് മാറും. ഒരു ദിവസം ഒരു പ്രാവശ്യം കയറിയാൽ മതി. അത്ര കുന്നാണ്. നേരത്തെ ഈ റോഡ് നടന്നു പോകാനുള്ളതേ ഉള്ളായിരുന്നു. ഇപ്പോഴാണ് കോൺക്രീറ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയത്. അതിൽ കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം ഒഴുകി പോകാൻ വേണ്ടി ചെറിയ ചാലുകളൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. നല്ല കയറ്റം എന്ന് പറഞ്ഞാൽ കുത്ത് കയറ്റമാണ്. ബൈക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് തോന്നുന്നു ഫ്രണ്ട് പൊങ്ങിപ്പോകുന്നു, അത്ര കയറ്റമാണ്. ഒരു ഓഫ് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്. കൊള്ളാം എന്തായാലും. രണ്ട് സൈഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഏതാണ്ട മണ്ട എത്താറായി. ഇവിടെ ചെറിയൊരു ചപ്പാത്തുണ്ട്, മഴവെള്ളം ഒഴുക്കുവാനായിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡ് കരിയിലെ ഇറങ്ങിടക്കാണ്. സൈഡിലോട്ട് അങ്ങനെ മഴ സമയത്ത് അങ്ങനെ ആയിപ്പോയാൽ തെന്നും. ഇവിടെ നമുക്ക് ക്ഷേത്രത്തിൽ ആവശ്യമായ പൂജാ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ചെറിയൊരു കടയാണ്. ഇവിടെ നിന്ന് പക്ക ഓഫ് റോഡാണ്. ക്ഷേത്രത്തിൽ വന്ന വണ്ടിയിലാണ് ഈ കിടക്കുന്നത്. വലിയ പാർക്കിംഗ് സൗകര്യങ്ങളൊന്നുമില്ല, കുറച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞ അന്യായ വ്യൂ ആണ്. എന്തോ ഒരു ഭംഗി എന്നറിയാം. നമ്മളാണ് ഏറ്റവും വലിയ മലയിൽ നിൽക്കുന്നത്. താഴോട്ടുള്ള സൈഡാണ് കാണാം. ഇവിടെ നമ്മൾ വീഡിയോ എടുക്കണം, താഴോട്ട് എടുക്കണം. അത്ര ഭംഗിയാണ്. ഇഷ്ടം പോലെ ആളുണ്ട്. ചെറിയ മഴമന്താരമുണ്ട്. അപ്പുപ്പൻകുന്നെന്ന് പറയാൻ പേര് തന്നെ വരാന്നാണ്ട ഈ അപ്പുപ്പൻ താഴി ഉണ്ടാ നടക്കണം പില്ലി. ഏതാണ്ട് കല്ലറ വരെ കാണാം. കല്ലറ, പാങ്ങോട്, കല്ലറ, എല്ലാ ഭാഗങ്ങളും ഇവിടെ നിന്നാൽ കാണാം. പൊന്മുടി ടവറുകൾ, ലൈനിൻ്റെ ടവറുകളാക്കി കിടക്കുന്നുണ്ട്. നമ്മൾ മേലും അതൊക്കെ വളരെ താഴുവാണ്. എൻ്റെ മണ്ടയിൽ നോക്കിയാൽ ചെറിയൊരു പൊട്ടുപോലെയേ കാണത്തുള്ളൂ. എണ്ണപ്പനത്തോട്ടം. എത്ര സമയം എന്നാലും സമയം പോണം അറിയില്ല. ദ്വാരപാലകർ ക്ഷേത്രത്തിലുള്ള എൻട്രിയാണ്. കമ്മിറ്റി ഓഫീസ്. ഇവിടെ നമ്മൾ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മുറുക്കാനൊക്കെ വയ്ക്കണമെങ്കിൽ ഇവിടെ നിന്ന് രസീത് എഴുതണം. ആൾക്കാർ പൊങ്കാലയൊക്കെ ഇടുന്നു. ഇതാണ് അപ്പുപ്പൻ. പൊങ്കാല തിളച്ച് മറിയുകയാണ്. പടുക്കയൊക്കെ ഇട്ടാണ് പൊങ്കാല എത്തുന്നത്. ഇത് ഏതാണ്ട് പാകമായ പൊങ്കാലയാണ്. തിളച്ച് പൊങ്ങി വരെയുണ്ട്. തിളച്ച് തൂവയുണ്ട്. നല്ല കാറ്റാണ് ഇവിടെ. അപ്പൂപ്പൻ ക്ഷേത്രം. ഉടുപ്പില്ലായിരിക്കുന്ന അവിടുത്തെ പൂജാരിയാണ്. രണ്ടുപേരുണ്ട്, ഒരാളിതാണ്. ചിറ്റാകൈ അഴി കമ്പി അടിച്ചേക്കാണ്. അപ്പോൾ പിന്നെ പ്രതിഷ്ഠിച്ചേക്കുന്നതിൻ്റെ അവിടെ ഒരു വലിയ മരമുണ്ട്. ആ മരത്തിൻ്റെ മുട്ടിലാണ് പ്രതിഷ്ഠ.
നമ്മളിൽ വേങ്കി വലയൊക്കെ പോകും കണക്ക് തന്നെ. വേങ്കി വല ഇവിടെ അപ്പൂപ്പനും ആണ് പ്രധാനം, അവിടെ വേങ്കി വല അമ്മച്ചിക്കാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അവിടെ അപ്പൂപ്പൻ പ്രധാനമാണ്, ഇവിടെ അപ്പൂപ്പൻ ഉണ്ട്, പക്ഷേ പ്രധാന ക്ഷേത്രമല്ല. ഇവിടെ അപ്പൂപ്പനാണ് പ്രധാന ക്ഷേത്രം. ഇവിടെ ഈ മുറുക്കാൻ അങ്ങനെയൊക്കെയാണ് വെച്ചു കൊടുക്കുന്നത്, പിന്നെ മദ്യമൊക്കെ വെച്ചു കൊടുക്കും. ഇത് ശിവനാണ്, ശിവൻ്റെ പ്രതിഷ്ഠ. അത് കഴിഞ്ഞ് അടുത്ത് പാർവതി, നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് പാർവതി ദേവി. ഇത് അവിടത്തേക്കുള്ള പട്ടും ഇതിനകത്ത് ഉപയോഗിക്കണം. ഇവിടെ ഭക്തർ സമർപ്പിക്കുന്ന പട്ടുകളാണിത്. മുക്കാലൊക്കെ ഏതാണ്ടൊക്കെ ഭാഗമായി. ചെന്ന സമയത്ത് ആൾ കുറവാണ്, ഇപ്പം വലിയ കുഴപ്പമില്ല. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ആളായി. നാഗർ ക്ഷേത്രം, നാഗരാജാവ് നാഗേക്ഷിയമ്മയൊക്കെ ഉള്ള ഈ പ്രതിഷ്ഠ. ഇവിടെ ഗണപതി, ശിവൻ, പാർവതി, നാഗരാജാവ്, നാഗേക്ഷിയമ്മ, ഒരുപാട് ഉപദൈവങ്ങളുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും ചെന്നാലും ആഹാരമുണ്ട്. ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് കഞ്ഞിസദ്യയുണ്ട്. അത് ക്ഷേത്രം അടയ്ക്കുന്നത് വരെയുണ്ട്. ആവശ്യമുള്ളവർ ഇവിടെ വന്ന് കോരി കഴിച്ചു കൊള്ളണം. അവിടെ ചെമ്പിൽ വേവിച്ചിട്ടിട്ടുണ്ട്. ഒരു പാത്രം എടുത്ത് സ്പൂണുമൊക്കെ എടുത്ത് കോരി കഴിച്ചോളണം. ആവശ്യം പോലെ ഉണ്ട്, നമുക്ക് എത്രത്തോളം വേണോ കഴിക്കാം. ഇത് നമ്മുടെ കണ്ണൂർ മുത്തപ്പൻ ക്ഷേത്രം കണക്ക് തന്നെ, എപ്പോഴും ആഹാരമുണ്ട്. നമ്മൾ തന്നെ പാത്രമൊക്കെ കഴുകി തിരിച്ചു കൊണ്ടുവയ്ക്കണം. സ്പൂണൊക്കെ കഴുകി തിരിച്ച് ഇരുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം. ആവശ്യക്കാർക്ക് എടുത്തുകൊണ്ട് വെച്ച് കഴിക്കാം. ഇവിടെ കഴിക്കുന്ന ആൾക്കാരാണ് അന്നദാനം. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ വെളിയിൽ നിന്ന് വല്ലാത്ത കാഴ്ചയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് നമ്മൾ എത്ര സമയം വേണോ അവിടെ നിൽക്കും, അത്ര ഇതാണ്. സന്ധ്യ വരുന്നത്, സൂര്യാസ്തമയം ഏതാണ്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന്. ചില സമയത്തൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം സൂര്യാസ്തമയം. ഇവിടെ ഈ കാഴ്ച കണ്ടാണ് നമുക്ക് ഏറ്റവും ഭംഗി. കാഴ്ച ഇഷ്ടം പോലെ കാഴ്ചയുണ്ട്. ഈ താഴോട്ടുള്ള വ്യൂ അന്യായ വ്യൂ ആണ്. കാറ്റ് നല്ല കാറ്റുമാണ്. ഇത്ര സമയം വേണം നമുക്കിവിടെ ചിലവഴിക്കാൻ. ക്ഷേത്രത്തിൽ വരാതെ തന്നെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ നിന്നപ്പം തന്നെ കുറച്ച് കുട്ടികളൊക്കെ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. താഴെ വീടുകളിൽ തീ പോയണൊക്കെയാണ് ഈ കാണുന്നത്.
വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന് സമയം പോകാൻ പറ്റിയ സ്ഥലം തന്നെ. എത്ര സമയം വേണം അവിടെ ഇരിക്കാം. നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഇരിക്കാനും ആഹാരമുണ്ട്. നിങ്ങൾക്ക് എത്ര സമയം വേണോ പോകും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തിയാണ്. അടുത്ത വീഡിയോയായി വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.